അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദൽ ബി ചെറുപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബുകളെ നമുക്ക് കാണാനുള്ളത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാം. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഹൈവേ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് നിൽക്കുന്നത്. നമ്മുടെ പെരിന്തൽമണ്ണ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോൾ താലക്കോട് കഴിഞ്ഞ് കരിങ്കലത്താൻ്റെ ഇടയിൽ സെൻറ്റ് മേരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് 22-23 സെൻറ്റ് സ്ഥലം കാണാനുള്ളത്. നല്ല ഫ്ലോട്ട് 4 പുറം വീടുകളുള്ള VIP ഏരിയയിലും ആണ്. അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിലയാണെങ്കിൽ വളരെ കുറവാണ്. ഈ ഹൈവേയുടെ തൊട്ടടുത്താണല്ലേ, വിലയും വളരെ കുറവാണ്. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഹൈവേൻ്റെ പക്കത്തൊക്കെ ആയപ്പോൾ സെൻറ്റിന് 3, 4, 2 ഉണ്ടാകുമെന്ന്. അതൊന്നുമില്ല, അതിൻ്റെയൊക്കെ താഴെയാണ്. അല്ലേ, ഇൻഷാ അല്ലാഹ് ഒന്ന് പോയി കാണാം. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് നമ്മുടെ ഹൈവേ. കണ്ടില്ലേ നിങ്ങൾ? ഹൈവേ എന്ന് പറഞ്ഞാൽ ഏത് ഹൈവേ എന്ന് അറിയാം? നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ. ഈ ഹൈവേന്ന് വെറും 300 മീറ്റർ മാത്രമല്ല ഈ കാണുന്നുണ്ടോ, ഇതാണ് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കല്യാണ മണ്ഡപം, അപ്പുറത്ത് വർക്ക്ഷോപ്പ്, കാര്യങ്ങൾ, ബിൽഡിങ് സൈറ്റ്, കാര്യങ്ങൾ, ടൗണ്. ഇവിടുന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കന്ന് പോയി കണ്ടിട്ടുണ്ട് വരിക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ താജ് ഓഡിറ്റോറിയം ഹൈവേ, അതായത് പാലക്കാട് നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ഹൈവേ എന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു ഇതാണ്. ഇവിടേക്ക് 300 മീറ്റർ, 250-300 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന അടിപൊളി പ്രോപ്പർട്ടി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ആ ടാറിംഗ് റോഡിൽ നിന്ന് നേരെ ഇതിലേക്കാണല്ലേ, എത്ര അടി വീതിയാന്ന് പറയുന്നത് 10-14 അടി വലിയ വണ്ടിക്ക് വരാനുള്ള വീതിയിലാണ്. മാത്രമല്ല ഇവിടെ പുതിയ വീടുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഒരു വീട് നമ്മുടെ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വീട് ഇവിടെ കയറിക്കൊണ്ടിരിക്കണം. അതിൻ്റെ പുറമെ ഈ ഭാഗത്ത് പുതിയ വീട് കയറ്റാൻ ഫില്ലർ ഇട്ടിട്ട് നല്ല വലിയ വീടാണ്. ആ ഫില്ലർ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം വലിയൊരു വീട് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല VIP ഏരിയ. അപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, താഴെക്കോടിനും കരിങ്കലത്താണ്ടി കിലോമീറ്റർ 1.5 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ താഴെക്കോട് ടൗണിലേക്ക് 1.5 കിലോമീറ്ററാണ്. രണ്ടിൻ്റെ സെൻറ്റർ നടുമധ്യം എവിടെ? സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ. അവിടുന്ന് കറക്റ്റ് 300 മീറ്റർ അവിടേക്ക്. ഇവിടുന്ന് കണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. ഏത് വാഹനം വരും, എത്രയും വലിയ കേട്ടോ, നല്ല നിരപ്പായ സ്ഥലം കണ്ടില്ലേ. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, ഇതാ ഇങ്ങനെ വലിയ സ്ഥലം, നല്ല നിരപ്പായ സ്ഥലം എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലം, സൂപ്പർ സ്ഥലം. ഇതാ കണ്ടോളി ഹബീബിങ്ങളെ, ഇത് 22-23 സെൻറ്റാണ്. അത് എത്രയും നമുക്ക് സെൻറ്റ് അളന്ന് കാണുന്നതിന് പൈസയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, ഇത്രയും സൗകര്യമായ നല്ല മൈതാനം പോലൊരു സ്ഥലം, നല്ല അതിഗംഭീരമായ VIP ഒരു വീട് വെക്കാം. കാരണം 22-23 സെൻറ്റ് ആവുകൊണ്ട് വലിയ വീട് വെക്കേണ്ടവർക്ക് വലിയ വീട് വെക്കാം. അല്ല, ചെറിയ വീടാണ്, ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ വീടൊക്കെയാണോ കിട്ടുന്നത്, നിങ്ങൾക്ക് 2 വീട് വെക്കാം കേട്ടോ. അപ്പോൾ ജ്യേഷ്ഠ അഞ്ചന്മാരുണ്ടെങ്കിൽ 2 ആൾക്ക് വെക്കാം, ആങ്ങളെയും പങ്ങൾക്കും വെക്കാം, എങ്ങനെ വേണമെങ്കിലും കുടുംബങ്ങൾക്ക് ഈ ജ്യേഷ്ഠത്തി അനുജത്തി അങ്ങനെ കുടുംബങ്ങൾക്ക് 2 വീട് വേണം. എൻ്റെ മക്കൾ 2 പേരും ഒരു ഭാഗത്ത് വീട് കയറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടാകാം. അങ്ങനത്തെ രക്ഷിതാക്കൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കാരണം ചിലപ്പോൾ 2 മക്കൾക്ക് ഒരേ ഭാഗത്ത് വീട് വേണം, ഒരേമാതിരി വീട് വേണമെന്നൊക്കെ ആഗ്രഹിക്കാം. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം നടന്നോളൊന്നുമില്ല. അപ്പോൾ ഈ ആഗ്രഹം നടക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിവിടെ വീട് കയറ്റാനുള്ള നല്ല ഒരു ഫ്ലോട്ടാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നല്ല സമചതുരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, 2 മക്കൾ വരുത്തിയില്ല, പെൺമക്കളായാലും ആ മക്കളായാലും 2 വീട് കെട്ടട്ടെ തൊട്ടടുത്ത് എന്നുള്ളത്. ഇത് 22-23 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കൊരു 11-11.5 സെൻറ്റ് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വീട് കെട്ടാം. അതല്ല, ഒറ്റക്ക് ഒരു വീട് കയറ്റിയിട്ട് മുറ്റത്ത് കുറച്ച് പൂങ്കാവനമായിട്ട് നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പൂന്തോട്ടം ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് 4 തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു വീട് കയറ്റണമെങ്കിലും ഇതിന് പറ്റും. കാരണം തൊട്ട് ഓപ്പോസിറ്റുള്ള വീട് കണ്ടില്ലേ നിങ്ങൾ, നല്ല വലിയൊരു വീടാണ്. അവിടെ കണ്ടില്ലേ 4 സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ കാണാം, മറ്റുള്ള മരങ്ങൾ കാണാം, നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള വീട്. അതുപോലെ ഈ വീടും കയറ്റാൻ പറ്റുമെന്നാണ് ഞാൻ ചുരുക്കം പറഞ്ഞു വരുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ആലോചിക്കണം, പാലക്കാട് ജില്ലയിൽ അല്ല, ഇത് മലപ്പുറം ജില്ലയിലാണ്. അപ്പം മലപ്പുറം ജില്ലയിൽ ഇങ്ങനൊരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എവിടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ പാലക്കാട്ടേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെരിന്തൽമണ്ണ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോൾ താഴെക്കോട് കരിങ്കലത്താണി. ഈ താഴെക്കോട് നിന്ന് കരിങ്കലത്താണിയെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നമ്മുടെ സ്കൂൾ, പള്ളി, മദ്രസ, കല്യാണ മണ്ഡപം, അതുപോലെ തന്നെ കോളേജുകൾ, അതുപോലെ തന്നെ മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കരിങ്കലത്താണി താഴെക്കോടൊക്കെയുള്ള സൗകര്യങ്ങൾക്കാരെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹൈവേയിലേക്ക് ഇവിടെ ആകെ ദൂരം 300 മീറ്റർ, വെറും 300 മീറ്റർ. അപ്പോൾ കൂടുതൽ നമ്മൾ നീട്ടി വലിച്ച് കൊണ്ടാകുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, മലപ്പുറം ജില്ലയിലാണ് കരിങ്കലത്താണി താഴെക്കോടിൻ്റെ ഇടയിൽ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം. ഹൈവേക്ക് വെറും 300 മീറ്റർ മാത്രം മാറിയിട്ടില്ല. എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം, വീതി കൂടിയ റോഡ്.
അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മലപ്പുറത്തുള്ള ഹബീബികൾ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ബോർഡറാണ് തൊട്ടപ്പുറത്ത് വരുന്നത്, അവരും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ആർക്കാണ് അത് ആവശ്യം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയാണ്, ഇത് 1 സെൻറ്റിൻ്റെ വില, ഇത്രയും നല്ല സൗകര്യത്തോടു കൂടിയ 1 സെൻറ്റിൻ്റെ വില. ഇവിടെ വില എന്താ നിങ്ങൾ അന്വേഷിക്കണം, 2.5 ഉറുപ്പ്യൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ പറയണം അത്രയൊന്നും പറയുന്നില്ല, 2ൻ്റെ താഴെ 1,90,000 നമ്മളിത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 1 ഏക്കർ അല്ല 1,90,000 ഉറുപ്പ്യ 1 സെൻറ്റിൻ്റെ വില. അപ്പോൾ 2 ആൾ വീട് കയറ്റാൻ വേണ്ടി ഇരിക്കുക. ഇത് ഒന്നിച്ചേ കൊടുക്കുള്ളൂ കേട്ടോ, മുറിച്ച് കൊടുക്കൂല, അതും പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു കൂട്ടുകാരനുണ്ടാക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലെ അരച്ചുണ്ടാക്കുക, ഒന്നിച്ച് അദ്ദേഹം തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ 1,90,000 ഉറുപ്പ്യ ഓണർ നമ്പറാണ് ഇതിൽ വെക്കുന്നത്. ഉർജുൽ ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പർ. അപ്പോൾ ആ ഓണറായിട്ട് വിളിച്ച് സംസാരിക്കുക. നമുക്ക് തരേണ്ടത് 1% കമ്മീഷനാണ് വാങ്ങുന്നവർ, കൂടുതലൊന്നും നമുക്ക് തരണ്ട. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നോലുമ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞു നിസ്കാരക്കുപ്പായം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കൊടുക്കണം. അതിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ തരികയാണെങ്കിൽ തന്നോളിയിട്ട് നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അതുകൂടി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അറിയിക്കണം. നിസ്കാരക്കുപ്പായം കൊടുക്കുന്നുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക്, അതായത് മറ്റു മതസ്ഥർക്ക് നമ്മൾ കൊടുക്കുന്നത് മാക്സിയാണ്, അതും കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് 1-ാം തീയതി കൊടുക്കണം. അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചപ്പെട്ടിട്ട് ഒരു 10 നിസ്കാര കുപ്പായമോ 10 മാക്സിയോ, ചെറിയ പൈസയേ ഉള്ളൂ. ഒരു മാക്സിക്ക് 200 ഉറുപ്പ്യ താഴെയുള്ളൂ. അതേപോലെ തന്നെ നിസ്കാര കുപ്പായത്തിന് 300 താഴെയുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. അടുത്ത ഒരു വീഡിയോ കാണുമ്പോഴേക്കും മഅസ്സലാമ.